Hello guys, welcome back to my channel. നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ വയനാടിൻ്റെ ബൂംസ്റ്റർ നമ്മൾ ബസ് സിമുലേറ്ററിലേക്ക് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നേരെ സെർച്ചിലേക്ക് പോവുക. സെർച്ചിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ സെർച്ച് നോക്കി കൊടുക്കുക. അപ്പോൾ വയനാടൻ മോഡ് നമുക്ക് അടിച്ചു കൊടുക്കുക. വയനാടൻ ബസ് മോഡ് എന്ന് ഇപ്പോൾ ഇത് അവിടെ കാണാൻ പറ്റും. വയനാടൻ ബസ് മോഡ് എന്ന് ഇതാ നിങ്ങൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതാ ഫസ്റ്റിനതൊരു സാധനം കാണും. അതങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വയനാടിൻ്റെ ബൂംസ്റ്ററിന് ഇപ്പോഴും ഫാൻസൊക്കെ ഉണ്ട്. ഇതാ നോക്കൂ, കുറേ ബസ്സുണ്ട്. ഈ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അവിടെ ഇൻസ്റ്റാൾ നോക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ എങ്ങനെ കാര്യങ്ങൾ ആഡൊക്കെ ചെയ്യലും നമ്മൾ എല്ലാവർക്കും പറഞ്ഞു തരണമായിരിക്കും. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ തന്നെ ഇത് കുറേ വട്ടം ചെയ്തിട്ടാണ് എനിക്ക് വർക്കായിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ്. ചിലവർക്ക് വർക്കാവും, ചിലവർക്ക് വർക്കാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ സാധനം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് അവിടെ ഓപ്പൺ ഉണ്ടാവും. നമ്മളെന്തായാലും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പൺ ഉണ്ടാവും. നമ്മളെന്തായാലും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ക്ഷമിക്കണം. നമ്മളിപ്പോൾ വേറെ ഒന്നും ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൈക്കും കാര്യങ്ങളിപ്പോൾ ഞാൻ അടുത്തില്ല. എൻ്റെയൊക്കെ അധികം മൈക്കൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ മൈക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈക്കും കാര്യങ്ങളൊന്നും നിർത്തിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ 1 2 3 4 അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും 4 ഇതാക്കും. 4 ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് 5ാമത്തേലാണ് നമ്മൾ വയനാടിൻ്റെ സെഡ് വേഗ ബസ്സുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വയനാട് സെഡ് വേഗ ബസ്സും ലിവറിയും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇതിൽ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് എൻ്റെ ഒരു ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ സെഡ് വേഗ TVS അങ്ങനെ എന്തോ ഇതങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിൻ്റെ പേര് നിങ്ങൾ ഓർത്തേക്കണം. അപ്പോൾ ഇതവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങി പോരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, ഇത് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആയാലും നിർക്കോ. അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ആകുന്ന നേരത്തെ ഇതിന് ബാക്ക് അടിക്കാൻ പാടില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഗൈസ് ഇത് കുറച്ച് നേരം ഡൗൺലോഡ് ആവാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇതെന്താ അവിടെ കാണുന്നില്ലല്ലോ. അതായത് ഗൈസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഫയലിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്ന് വെച്ചാൽ ഫയലിൻ്റെ പേര് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഗൈസ് ഇതാ പിന്നെ ഏടൊക്കെ വരുന്നുണ്ടാവും. ആ ഏടൊക്കെ നിങ്ങൾ ബാക്ക് അടിച്ച് കൊടുക്കണം. അങ്ങനെയാണ് ഇതിന് നെറ്റില്ലേ. അപ്പോൾ ഗൈസ് ലിവറി ഉണ്ടാവും. അപ്പോൾ ലിവറിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ അവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലിവറിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലിവറിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇമേജ് അവിടെ ഇങ്ങനെ ഉണ്ടാവും. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഡൗൺലോഡ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡൗൺലോഡ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മളെ ഫോൺ എടുക്കുക. അപ്പോൾ ഞാൻ സാംസങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈൽ ഫയലിൽ പോവുക. അവിടെ നമ്മൾ സെർച്ചിൽ പോവുക. സെർച്ചിൽ പോവുക. സെർച്ചിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പേര് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം എന്നാണ്. അപ്പോൾ സെഡ് വേഗ നമ്മളെ മൂടും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂവ് ഉണ്ടാവും. മൂവിൽ ക്ലിക്ക് ചെയ്യുക. മൂവിൽ സെർച്ചിൽ പോവുക. സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് കഴിയുമ്പോൾ ഡോക്യുമെൻറ്റ്സിന് ഓൺ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഡോക്യുമെൻറ്റ്സ് കിട്ടും. ഡോക്യുമെൻറ്റ്സ് പോവുക. ഡോക്യുമെൻറ്റ്സിൽ ബസ് ഐഡിയ പോവുക. ബസ് ഐഡിയയിൽ മോഡ്സ് പോവുക. മോഡ്സിൽ മൂവ് ഹെർന്ന് എന്താ ഇവിടെ വന്ന് അതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എക്സ്ട്രാക്റ്റ് കാര്യങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേരെ ഗെയിം കയറാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിമിലും കാര്യങ്ങളൊക്കെ കയറി. അപ്പോൾ ഇവിടെ മോഡ് ഉണ്ടാവും. മോഡ് ഇതാക്കാനില്ലേ. അപ്പോൾ മോഡിലങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മോഡിലേക്ക് നമ്മളെ ഗെയിമിലും കാര്യങ്ങൾ വന്നിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിമിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗെയിമിലും കയറിയിട്ട് സെറ്റാക്കി തരാം. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ 2 ഗാരേജ് നിൽക്കുക. അവിടെ 2 ഗാരേജ് ഇതൊക്കെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ഹാങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും 2 ഗാരേജ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നവരെ കാത്തിരിക്കാം.
ചെറുതായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മളെ വയനാടിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും യൂസ് നിൽക്കിയിട്ട് യെസ് നിൽക്കുക. യെസ്സിൽ മൂന്നാമത്തെ സാധനം നെക്കി കൊടുക്കുക. അപ്പോൾ നെക്കി കൊടുക്കുമ്പോൾ ബ്രോൺസ് ലിവറിന്ന് കാണാൻ പറ്റും. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഫയൽ മാനേജറിലാണ് ഇനി പോകേണ്ടത്. ഫയൽ മാനേജറിൽ ഉണ്ടോ നോക്കുക. ഗൈസ്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന സാധനമാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഗൈസ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വണ്ടിയും കാര്യങ്ങളും ലിവറിയും കാര്യങ്ങളും സെറ്റാക്കുന്നത്. അപ്പോൾ അപ്ലൈ ഉണ്ടാവും. അപ്പോൾ അപ്ലൈ നെക്കി കൊടുക്കുക. അപ്ലൈയിലും നിങ്ങൾക്ക് 15 രൂപ എടുക്കാം, ഇല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇതാക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ പരസ്യം കാണാം. അപ്പോൾ ഞാൻ പരസ്യം കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ബൈ.